നമസ്കരിക്കുക, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരുക. ഇത് എല്ലാവർക്കും താങ്ങാനാവാത്ത ദുഃഖമാണ്. അത്രയ്ക്കും ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലും അദ്ദേഹം കുടികൊള്ളുകയാണ്. അതേപോലെ തന്നെ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. മേളം, സംഗീതം ഒക്കെ ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് മേളത്തിനോടും ചെണ്ടയോടും പ്രതിപത്തി വളരെ കൂടുതലായിരുന്നു. ചെണ്ട പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇരിഞ്ഞാലക്കുടിയും ചേന്നമംഗലവും ഒക്കെ മേളത്തിൻ്റെ നാടാണ്. അപ്പം മേളക്കാരനായിട്ട് മേളക്കാരോടൊത്ത് ഇരിഞ്ഞാലക്കുടയുടെ അല്ലെങ്കിൽ ചേന്നമംഗലം പാലിയത്തിൻ്റെ പൈതൃകം അതാണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ ചെണ്ടയാണ് ബന്ധം. പാലിയത്തെ മേളത്തിനായാലും ഇരിഞ്ഞാലക്കുട മേളത്തിനായാലും പങ്കെടുക്കുന്നു. എൻ്റെ പൂർവികർ മുതൽ ഉള്ള കഥ ജയേണ്ടൻ പറയും. അച്ഛൻ്റെ മാമൻ മുതലുള്ള മേളങ്ങൾ കേട്ട് പരിചയമുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ കാണുമ്പോൾ ചർച്ച ചെയ്യുക. ലാസ്റ്റ് ഗുരുവായൂർ ഞാൻ കൊട്ടുമ്പോൾ എന്നെ വന്ന് ഷോൾ അണിയിച്ച് പോയി. അത് കഴിഞ്ഞ് ഇരിഞ്ഞാലക്കുടയിൽ അതിഗംഭീരമായിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന ഒരു ചടങ്ങ് അതിലും സംബന്ധിച്ചപ്പോൾ ആ ചടങ്ങിന് ചെന്നപ്പോൾ അദ്ദേഹം മാത്രമല്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അദ്ദേഹം വന്നിട്ടില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ആദരവുകളിൽ നിന്ന് മാത്രം മാറി നിന്നുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും എന്നാൽ അദ്ദേഹത്തെ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു. ആ സ്നേഹമാണ് ഇതിപ്പോൾ ഇവിടെ കാണുന്നത്.